എവിടെയായിരുന്നു? അപ്പുറത്ത് രാമനെ കൊണ്ട് കറക്കിയിട്ടുണ്ട്. പുറകില കാണുന്ന മാമി എനിക്ക് സമ്മാനം കിട്ടി. എന്താ സമ്മാനം? ഇന്നും കിട്ടിയ എന്തോ നല്ല ഡിറ്റേഷന് 4 മാർക്ക് മേടിച്ചാലും പിന്നെ എന്താ ഇന്ന് എഴുത്ത് മത്സരം ഉണ്ട്, അതിനും ജയിച്ചോ. കറങ്ങുന്നേ ഇതിലേ ഇറങ്ങി വരും. അതിലേ ഇറങ്ങാൻ വയ്യാത്തന്നെ ഇതിലേ ഇറങ്ങി വരും. കുഞ്ഞു ഉവാവി മാറിയോ? ഉവാവി മാറിയോ? ഉവാവി മാറിയോ? ജാനിക്കുട്ടി ജാനിക്കുട്ടിക്ക് സമ്മാനം കിട്ടിയ റബ്ബർ കളഞ്ഞുപോയി. അതിന് ജാനിക്കുട്ടി വിഷമിച്ചിരിക്കുക. ബാക്കിയെല്ലാം കാണിച്ചേ മാമിയെ. എന്തൊക്കെയാ സമ്മാനം കിട്ടിയ മാമി ഒന്ന് കാണിച്ചേ. ബാ എടുത്തോണ്ട് വാ. ബാ. അയ്യോ ജാനിക്കുട്ടിയെ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നറിയാം. എടുത്തോണ്ട് വാ. എല്ലാവർക്കും വിഷമാവും. അത് അവിടെ കാണും. ഞാനോ എങ്ങും പോയില്ല. മോൻ എടുത്തോണ്ട് വാ. അത് ഇവിടെ എവിടെയെങ്കിലും കാണും. ആ ബുക്കിനകത്ത് പോയി നോക്കാം, അതിനകത്ത് കാണും. കുഞ്ഞോടി വാവൂ കുഞ്ഞോങ്ങി കുഞ്ഞോങ്ങിയേ. പൊന്നോ അവര് പോയില്ലേ. എന്തൊക്കെയാ കാണിച്ചത്? ജാനിക്കുട്ടിക്ക് സമ്മാനം കിട്ടിയത് എന്തിനാന്നും കൂടി പറയണേ. എന്തൊക്കെയാന്ന് പറഞ്ഞു മാമിയോട് പറ. ഇതാണ് എന്താ, ഇത് 2 എഴുത്ത് മത്സരത്തിന് കിട്ടിയത്. അല്ല, ഇതാണ് ഇത് എഴുത്ത് മത്സരത്തിന് കിട്ടിയത്. ഇതാണ് നല്ല ഡിറ്റേഷൻ കിട്ടിയത്. ഇത് 2 എഴുത്ത് മത്സരത്തിന് കിട്ടിയത്. ഗുഡ് ഗേൾ. എനിക്ക് എഴുതിയില്ല. പിന്നെ കേട്ടോ വേണ്ടായോ? ഒന്നും വേണ്ടായോ? കൊച്ചു കൊച്ചു തിന്നട്ടെ.
പനിയാമി, ശ്വാസം മുട്ടല. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന വഴിക്ക് വണ്ടിയിൽ ഏത്തപ്പഴം വിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് വാങ്ങിച്ച് പകുതി ജാനിക്കുട്ടിക്ക് കുഞ്ഞോനൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ എത്തിച്ചു. ബാക്കിയായത് കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നതേ ഈ വർഷത്തെ 2ാമത്തെ പെൻസിൽ ബോക്സ് ആണ്. റവ തീർന്നിരിപ്പോലായിരുന്നു, അത് മേടിച്ചു. പാല്, പിന്നെ നമ്മുടെ പെർഫ്യൂം, അതില്ലാത്തൊരു ജീവിതം. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെന്താണ്, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല കേട്ടോ. അമ്മമ്മയും മോനും കൂടി വരുന്നുണ്ട്. പിന്നെ മുത്തിൻ്റെ പനി മാറിയെന്ന് ഒത്തിരി പേര് ചോദിച്ചു. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തിന് കുറവുണ്ട്, ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഇതുവരെ ശ്വാസം മുട്ടലൊന്നും അങ്ങനെ പനിയുള്ളപ്പോൾ വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ പനി, ശ്വാസം മുട്ടലുണ്ട്, ക്ഷീണമുണ്ട്. അപ്പം ആവി പിടിക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നാളെ തൊട്ട് കോളേജിൽ പോകും. നമ്മളിന്നലെ നെത്തോലി മേടിച്ചില്ലായിരുന്നു. അമ്മ അതിന് തോരൻ വെച്ചു, കുറച്ച് വറക്കും. എന്തോ എന്തോ അത് നല്ലതാണല്ലോ. എത്ര ദിവസത്തേക്കാ? 3-4 ഒരു പെൻസിൽ ബോക്സ് മേടിച്ച 1 വർഷം സ്കൂളിൽ പോകുമ്പോ. കളർ മേടിച്ചോ? ഇല്ല, ബാറ്ററി അടച്ചില്ലായിരുന്നു ഞാൻ വന്നപ്പോ. ഇതാണോ റിമോട്ടാണ്, അതിന്റെ ബാറ്ററി ആണോ? റിമോട്ടിന്റെ ബാറ്ററി പോയി. അത് കുറച്ച് ദിവസം കൊണ്ട് എന്നോട് പറയാം, ഞാൻ മറന്നു പോവായിരുന്നു. ഇന്ന് അത് വാങ്ങിച്ചോണ്ട് വന്നു. അപ്പം ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. ആരെയും കണ്ടു? ഇല്ല, ആരെയും കണ്ടില്ല. പിന്നെ ശരിയാണ്, ഇന്നലെ ഒരാൾ സ്കൂളിൽ വീണ്. എന്തെങ്കിലും വന്ന് നോക്കട്ടെ. സ്കൂളിൽ വീണ് എവിടാ ഇടിച്ചെന്നറിയ? ഈ ചെള്ള ഓടരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ട് ടീച്ചർ എന്നോടൊന്ന് പറഞ്ഞു സ്കൂളിൽ വീണപ്പം എവിടെ എങ്ങാണ്ട് മുട്ടിയ സമയത്ത് ഏതാണ്ട് മണം വന്നു, അതിൻ്റെ കൂടെ എല്ല് പൊട്ടിയ സൗണ്ട് കേട്ടതൊക്കെ പറഞ്ഞു. ഞാൻ രാത്രി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കവിള്, നമ്മുടെ ബലൂൺ കവിള് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞിരിക്കുന്നു. ഈ മണ്ണിനകത്ത് വീഴുമ്പോൾ ഒരു ഇത് വരില്ല. അങ്ങനെ ഞാൻ പിന്നെ ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ടീച്ചർ ഒരു ഷിയോണ്ണെ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ടീച്ചർമാരുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ 1 സെക്കൻഡ് അവരുടെ കണ്ണ് ഒന്ന് മാറിയാൽ ഓടി അങ്ങനെ വീണതാ. ടീച്ചർമാര് ഫുഡ് കഴിക്കുന്ന സമയത്തെങ്ങാണ്ട് അവിടെ തിണ്ണയുണ്ടല്ലോ, അവിടെ ഈ വെള്ളം മഴ പെയ്യുമ്പോ ഇങ്ങനെ കാറ്റടിച്ച് വെള്ളം വീണ് കിടക്കില്ല, അങ്ങനെ ഏടോ തെന്നി വീണ. ഓടരുതെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, ഓട്ടമേ ഓട്ടം. അപ്പൊ അങ്ങനെ ഇന്നലെ വീണു. ഇപ്പൊ ഇത് കുഴപ്പമില്ല. ഇന്നലെ രാത്രി നോക്കിയപ്പോ കുറെ മുറിഞ്ഞ പോലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പിന്നെ അടുക്കളയിലെ പണികളൊന്നും ഇല്ല. ചോറിരിപ്പുണ്ട്, കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ദോശയ്ക്കുള്ള മാവാണ്, അരി അരച്ച് വെച്ചേക്കോ. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. പേരെന്തോ അറിയാലോ, ഞാൻ എന്തെങ്കിലും കൊടുക്കുവേ, അവൻ ഇഷ്ടപ്പെടുത്തില്ല. അപ്പൊ കൊടുക്കരുത്, അപ്പൊ കൊടുക്കരുത്. പോയി കുളിച്ച് ജപിച്ചിട്ട് ഇപ്പളെ നമുക്ക് കുഞ്ഞു വിശേഷമൊക്കെ പറഞ്ഞു. യഹോവേ എന്റെ
യഹോവ യഹോവ വീട് പണിയാതിരുന്നാൽ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. അവൻ ലജ്ജിച്ചു പോവുകയില്ല. എന്തോ വരയ്ക്കുന്നു? പിന്നെ എന്തൊക്കെ കേക്കണം? ഓടിയിട്ടല്ലേ വീണത്? ഓടരുതെന്ന് ടീച്ചർമാർ പറഞ്ഞ ഓടരുത്. മഴയത്ത് ഓടിയതാണ്. അച്ചാച്ചന്റെ നെറ്റിക്ക് ഇവിടെ ഒരു പാട് കണ്ടോ? ഇപ്പൊ അച്ചാച്ചന് ഭയങ്കര നാണക്കേടാ പാടാ കൂടെ ഉള്ളത്. അതുപോലെ ഓടിയതാ മഴയത്ത് ഓടി തെന്നി വീണു. ഓടുന്നതും ഇതെല്ലാം ഒന്നുപോലല്ലേ ഉള്ളൂ. തെന്നി വീണാൻ പോരെ? പറയുന്ന കേൾക്കണം. ടീച്ചർമാര് പറയുന്ന കേൾക്കണേ. വരയ്ക്കും. സ്കെച്ച് തരത്തില്ല. ഈ വീടിനകം മൊത്തം ക്രയോണും സ്കെച്ചും. ഈ മേശയുടെ അടിയിൽ എന്തോ കിടക്കുന്നു, അതൊക്കെ വെച്ച് വരച്ചാ മതി. പൊട്ടിയത് തൊട്ട് വരച്ചാ മതി. ഏതാ അതിനകത്ത്? ഇല്ല, അയച്ചു കൊടുക്കണം. മോനിക്കുട്ടൻ വരച്ച പടം കാണി. ഇത് ഇപ്പൊ വരച്ചു വെച്ചേക്കുന്ന എന്ത് എഴുതിയേക്കണം? മോനിക്കുട്ടൻ വായിച്ചു കേൾപ്പിക്കണം. ഇല്ലില്ല, അമ്മക്ക് മോനിക്കുട്ടൻ പറഞ്ഞില്ല. മോൻ പറയണം. അമ്മ ഐ ലവ് യു. രാമന് എല്ലാരോടും ഐ ലവ് യു പറഞ്ഞേക്കോട്ടെ. അമ്മമ്മയോട് ഐ ലവ് യു ഇല്ലേ? അമ്മ കേട്ടില്ല, ഒന്ന് വാ. ഐ ലവ് യു അമ്മ. ചക്കരയും മോളും കുടിക്കാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കും. എന്നിട്ട് നമുക്ക് ചോറുണ്ണാം. ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചപ്പോഴും ചോദിച്ചു കോവയ്ക്ക എടുത്തോന്ന്. എടുത്തില്ലേ എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പത്തൊമ്പതിലും മെഴുകുവരട്ടി എല്ലാം ഇരിക്കുന്നത് തീർന്നില്ല. നാളെ നമ്മൾ ഉറപ്പായിട്ട് എടുക്കും കേട്ടോ. ദോശമാവ് എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം. നാളത്തേക്കുള്ളത് മാത്രം നമുക്ക് വെളിയിൽ വെക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങ് പുളിച്ചോ. ഒത്തിരി പുളിയുള്ളത് എനിക്കത്ര ഇഷ്ടമല്ല. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ക്രിക്കറ്റ് ഭ്രാന്തനുണ്ടായിരുന്നു. ആരാന്നറിയാം? ഞങ്ങളുടെ മാമന്. അപ്പം മാമന് ക്രിക്കറ്റ് കാണാനിരിക്കും. അപ്പം അമ്മ അരിയൊക്കെ അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പുളിയൊന്നും ഇല്ലാതെ അന്നേരം അരയ്ക്കുന്ന മാവ് വെച്ച് ദോശ ഉണ്ടാക്കും. എന്നിട്ട് TV ഒക്കെ കണ്ട് ക്രിക്കറ്റും ഒക്കെ കണ്ട് മഴയൊക്കെ ആയിരിക്കും. ക്രിക്കറ്റും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഈ പുളിപ്പില്ലാത്ത ദോശയും ചമ്മന്തിയും അല്ല പഞ്ചസാര ഇട്ടൊക്കെ കഴിക്കും. അതൊരു വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. ഇതിപ്പോ മോനിക്കുട്ടൻ എന്നോട് പറയാം ഇതിപ്പം ദോശ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു ചോറും കറികളും എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അന്നേരം ഞാൻ ആ കാര്യം
രാവിലെ ദോശയും ചമ്മന്തിയും മതിയെന്ന് മോനുകുട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർത്തതാണ് ഇമ്മിണി സാമ്പാർ വെക്കണമെന്ന്. കാരണം നമ്മുടെ നെത്തോലി തോരനും സാമ്പാറും കൂടെ സൂപ്പറായി. അപ്പൊ ചമ്മന്തി മതിയെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വൈകിട്ട് നാളെ വന്നിട്ട് നമുക്ക് സാമ്പാർ വെക്കാം. അപ്പൊ മറ്റേന്നാ രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇന്നലെ നമുക്ക് സുഗിതക്കുട്ടി അയച്ചു തന്നില്ലേ ഒരു ക്രാഫ്റ്റ് വർക്ക്, ഞാൻ കാണിച്ചില്ലേ? അതിനകത്ത് മോനുകുട്ടൻ്റെയും മുത്തിൻ്റെയും ആ ഒരു ഇതില്ലേ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അതിനകത്ത് മുത്തിൻ്റെ ചിരി കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അമ്മ അതാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഞങ്ങളത് നമ്മുടെ ആ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഷോക്കേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. എന്നാലും ഉള്ള സ്ഥലത്ത് നമ്മളത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരില്ല, അത്രയും ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാവരെയും കാണിച്ചു, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അങ്ങ് പറയുവാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി സ്നേഹം, ഒത്തിരി സ്നേഹം. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം. അത് എഡിറ്റ് ചെയ്യണം. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കും കേട്ടോ. ഉടനെ തന്നെ ഇടാം. നമുക്കിനി ചോറുണ്ടാലും വിശക്കുന്നു. ചോറുണ്ടാണ് കുറച്ച് വിളമ്പിയാൽ മതി. വേണമെങ്കിൽ അമ്മമ്മയോട് ചോദിച്ചിട്ട് വിളം. അമ്മമ്മയ്ക്ക് കൂട്ടാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചില്ലല്ലോ. മോരുകറി വേണോ? മോരുകറി വേണം. സൈഡിൽ വെക്കും. എല്ലാം കൂടെ ഒന്നിച്ച് പോവല്ലേ. മീൻ തോരൻ തോണ്ട അത് അമ്മമ്മക്ക് ചമ്മന്തിപ്പൊടി വേണോ? ഇച്ചിരി കൂടെ വെക്കും. മീൻ വെക്കും. അങ്ങനെ തപ്പൊന്നും വേണം. അമ്മ ചമ്മന്തിപ്പൊടി വെക്കണോ? മോ വേണോ ചോദിച്ചിട്ട് വെക്ക. കൊണ്ട് എന്തുകൊണ്ടാ പ്ലേറ്റ് എടുത്ത് വെച്ചു? ഞാൻ അമ്മച്ചി എന്താ ഞാൻ അമ്മച്ചിയായി. ജനല് ദോശ ഇല്ല. എന്തോ വേണ്ട, ചമ്മന്തി മതിയെന്ന് സാറ് പറഞ്ഞായിരുന്നല്ലോ. മതിയോ? ഇന്നലത്തെ നമ്മുടെ വാഴക്കൂമ്പ് തോരന കേട്ടോ. ഇന്ന് ഞാൻ ഇമ്മണി മോര് കറി തോരനുള്ളതുകൊണ്ട്, മീൻ തോരനുള്ളതുകൊണ്ട് മോര് കറി, ഏറെ മോര് കറി. നമ്മുടെ നെത്തോലി തോരൻ ചീമപ്പുളിയൊക്കെ ഇട്ട് നെത്തോലി തോരൻ വെച്ചിട്ടുണ്ട്. അതെടുത്തു. വറുത്തതും ഉണ്ട്. വറുത്തത് 2-3 എടുക്കാം. വറുത്തതും എടുത്തു. അങ്ങനെ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എല്ലാ നന്മകൾക്കും തിന്മകൾക്കും സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഈശ്വരനോട് നന്ദി പറയുന്നു. എൻ്റെ പ്രിയങ്ങളെ എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും സമാധാനമുള്ള ജീവിതമായിരിക്കട്ടെ, സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ, നന്മ നിറഞ്ഞതായിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ. അതുവരെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. മോനുകുട്ടൻ കണ്ടോ അത് ഓഫാക്കുന്നത്? നീ കണ്ടോ അമ്മമ്മ അത് ഓഫാക്കുന്നത്? ഇതിലെ ഒരു ഇല എടുക്കും, എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ അടിച്ചടിച്ച്. ഞാൻ മുന്നേ പോക്കോളാം.
പോ അമ്മ തന്നെ പോയാ പോരെ. എന്നാ ടോർച്ചടി. നമ്മൾ അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയല്ല 8:30 നമ്മളിങ്ങനെ ഇരുട്ടിനെ കീറി മുറിച്ചു കൊണ്ട് നടന്നു പോവുകയാണ്. അമ്മമ്മയും മോനും കൂടെ കഥയൊക്കെ പൂട്ടി അങ്ങ് വന്നു. ഗ്യാസിൽ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓഫാക്കി വന്ന് 2 പേർക്കും ഓർമ്മനായി. അത് നോക്കാൻ പോവാണ്. മന്ദം പോവാണ്. വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ കതക് തുറക്കാൻ പോവുകയാണ്. കതക് തുറക്കൂ മോനുക്കുട്ട. കതക് തുറക്കാനൊന്നും എൻ്റെ കൈ വയ്യ. ലൈറ്റ് കത്തിച്ചു. ഇനി നമ്മുടെ അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയുടെ കതക് അടച്ചിരിക്കുകയാണ്. തുറക്കട്ടെ, ലൈറ്റ് ഇട്. പഴയ കതകാ കണ്ടോ. ഇതൊക്കെ വലിച്ചു തുറക്കാൻ എൻ്റെ കൈക്ക് ആരോഗ്യം നഹി. തുറക്ക് തുറക്ക് തുറക്ക്. ഗ്യാസ് ഓഫാക്കി. അല്ല, അടുപ്പ് ഓഫാക്കിയേക്കുവാണല്ലോ. അയ്യോ എൻ്റെ ദൈവമേ, അമ്മയ്ക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. അമ്മ ഇപ്പോഴേ ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് പോയേനെ. എന്നിട്ട് വീണ്ടും അയ്യോ ലൈറ്റ് ഓഫ് ചെയ്തില്ലെന്ന് പറയാം. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്റെ മുഖത്തോട്ട് കൊള്ളാം. അതൊക്കെ നീട്ടിക്ക്. ഒരു മണ്ടത്തരേ. അമ്മമ്മയും മോനോട് വന്നേക്കും രാത്രിയിൽ എന്നെ നടത്താൻ. പണിയല്ല തീർത്ത് എവിടെയെങ്കിലും ഒന്ന്. മോനുകൂട്ടം പറഞ്ഞു ഓഫാക്കിയെന്ന്. സംശയത്തിനാണ് നമ്മള് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഓഫാക്കിയേക്കുമായിരുന്നു. ഓഫാക്കിയേക്കുമായിരുന്നു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.